ഗുഡ് മോർണിംഗ്. ഇതാണ് പ്രാഗിലുള്ള ഫ്ലോറൻസ് ബസ് സ്റ്റേഷൻ. ഔട്ട് സ്റ്റേഷൻ ബസ്സുകൾ വരുന്നതും പോകുന്നതും ഇവിടെ നിന്നാണ്. ഫോർ എക്സാമ്പിൾ ബുഡാപെസ്റ്റ്, ബ്രട്ടിസ്ലാവ, വിയന്ന തുടങ്ങിയ സ്ഥലങ്ങളിലത്തെ ബസ്സുകളൊക്കെ വരുന്നത് ഇവിടെയാണ്. ഇവിടത്തേക്ക് എത്താൻ വേണ്ടി വളരെ ഈസിയാണ്. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് ഫ്ലോറൻസ് മെട്രോ സ്റ്റേഷൻ ഉള്ളത്. വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്. എൻ്റെ ബുഡാപെസ്റ്റിലേക്കുള്ള ട്രാവൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ഇവിടെ വെച്ചിട്ടാണ്. സോ ലെറ്റ് us go to Budapest, the capital of Hungary. ഞാൻ ഫ്ലോറൻസ് ബസ് സ്റ്റേഷനിൽ ഏകദേശം 10 മണിയോടുകൂടി എത്തി. 10:20 എൻ്റെ ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്ലിക്സ് ബസ്സിലാണ് ഞാൻ ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ചാർജ് $25. ഞാൻ എൻ്റെ ബുഡാപെസ്റ്റിലേക്കുള്ള താമസം ബുക്ക് ചെയ്തത് booking.com വഴിയാണ്. സ്റ്റാർസ് ആൻഡ് ലൈറ്റ്സ് വെസ്റ്റ് എൻഡ് എന്നാണ് അപ്പാർട്ട്മെൻറ്റിൻ്റെ പേര്. 3 നൈറ്റിന് €54 ആണ് ചാർജ് ചെയ്തിട്ടുള്ളത്. അതായത് €18 അല്ലെങ്കിൽ 78 AD, ₹1560. വളരെ നല്ല ഗസ്റ്റ് റിവ്യൂസ് ആയിരുന്നു ഈ അപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നത്. booking.com റേറ്റ് ചെയ്തത് 8.5 ആയിരുന്നു. എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഇതൊരു അപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും എൻ്റെ റൂമിലേക്കുള്ള എൻട്രൻസ് സെപ്പറേറ്റ് ആണ്. അതായത് മെയിൻ ഹാളിൽ കിടക്കാതെ തന്നെ എനിക്ക് എൻ്റെ റൂമിലേക്ക് കിടക്കാം. അത് മാത്രമല്ല, എൻ്റെ റൂമിൽ തന്നെ വാഷിംഗ് മെഷീനും ഡ്രയറും ഒക്കെ ഉണ്ട്. ബസ്സിൽ വൈഫൈ ഉള്ളതുകൊണ്ട് ഞാൻ ഹൗസ് കീപ്പർ എടുത്ത് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്തു. ഞാൻ എത്തുന്ന ടൈമൊക്കെ ഏകദേശം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അപ്പാർട്ട്മെൻറ്റിൽ വെച്ച് കാണാമെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രാഗ് ബുഡാപെസ്റ്റിലേക്ക് ഏകദേശം ബസ് റൂട്ട് ഒരു 500 കിലോമീറ്റർ ഉണ്ട്. 7 മണിക്കൂർ ട്രാവൽ ചെയ്താൽ മാത്രമാണ് പ്രാഗ് ബുഡാപെസ്റ്റിലേക്ക് എത്തുക. ബുഡാപെസ്റ്റിലേക്ക് എത്തുമ്പോൾ സ്ലോവാക്യൻ്റെ ക്യാപിറ്റലായ ബ്രട്ടിസ്ലാവ ടച്ച് ചെയ്തിട്ടാണ് ബുഡാപെസ്റ്റിലേക്ക് പോവുക. അങ്ങനെ ഏകദേശം 6 മണിയോടുകൂടി നിഗ്ലിപേറ്റ് ബസ് സ്റ്റേഷൻ ബുഡാപെസ്റ്റിൽ ഞാനെത്തി. ബസ് സ്റ്റേഷനിൽ നിന്ന് ഞാനൊരു ട്രാം എടുത്ത് അപ്പാർട്ട്മെൻറ്റിലുള്ള സ്ട്രീറ്റിലേക്ക് എത്തി. ലവോങ് ഉടുക്കാന്നാണ് ഈ സ്ട്രീറ്റിൻ്റെ പേര്. ആ സ്ട്രീറ്റിലാണെങ്കിൽ ഒരു കുട്ടിയില്ല. ഈ ഷൂട്ട് ചെയ്തൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഞാൻ പിറ്റേ ദിവസം പകൽ ഷൂട്ട് ചെയ്തതാണ്. 2 സൈഡിലും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന കുറേ ബിൽഡിങ്, 2 സൈഡിലും കുറേ പഴയ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട്. ബിൽഡിങ്ങിൻ്റെ മുമ്പിലെത്തി. ബിൽഡിംഗ് നമ്പർ 13. ഡോറ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഡോറിൻ്റെ സൈഡിലൊരു ബട്ടൺ ഉണ്ടായിരുന്നു. അത് പ്രസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു എനിക്കിവിടെ ഒരു ബുക്കിംഗ് ഉണ്ടെന്ന്. അത് പറഞ്ഞു പെട്ടെന്ന് ഡോർ തുറക്കും. ഞാൻ ഡോറിൻ്റെ അകത്തേക്ക് കയറി. ഞാൻ നേരെ കയറി ചെല്ലുന്നത് നടുത്തളത്തിലേക്കാണ്. 60 വാൾട്ടിൻ്റെ ഒരു സിംഗിൾ ബൾബ് മേലെ കത്തിക്കിടക്കുന്നുണ്ട്. അകത്താണെങ്കിൽ ഒരാൾ പോലും ഇല്ല. ഞാൻ ഒച്ചത്തിൽ വിളിച്ചു, ഹലോ, എനിവൺ ഹിയർ? ഐ ഹാവ് എ ബുക്കിംഗ് ഹിയർ. ഒരു റിപ്ലൈയും ഇല്ല. 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ കത്തി നിൽക്കുന്ന ആ സിംഗിൾ ബൾബ് ഓഫായി. പടച്ചോനെ കാത്തോളി എന്ന് പറഞ്ഞ് ഞാൻ ഒറ്റ ഓട്ടം ഓടി. ആദ്യം മുമ്പിലോട്ട്, പിന്നെ ഞാൻ മനസ്സിലായത് പിന്നിലോട്ട് ഓടേണ്ടത്. അങ്ങനെ പിന്നിലോട്ട് ഓടി ഡോറിൻ്റെ അടുത്തെത്തി. ഡോറ് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് തുറക്കുക അതും അറിയില്ല. അപ്പോൾ അവിടെ ഒരു റെഡ് ബട്ടൺ ഉണ്ടായിരുന്നു. ആ റെഡ് ബട്ടൺ അമർത്തി ഡോറ് തുറന്നു. പുറത്തെത്തി. സമാധാനമായി. ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോഴത്തേക്കാണ് നമ്മളെ കെയർ ടേക്കർ ഇങ്ങനെ നടന്നു വരുന്നു. അങ്ങനെ കെയർ ടേക്കർ നമ്മളെ ബിൽഡിങ്ങിൻ്റെ അകത്ത് കയറി അകത്തെ റൂം തുറന്നു. വെരി ബ്യൂട്ടിഫുൾ റൂം. ബുഡാപെസ്റ്റിൽ ഉള്ളത് ഏകദേശം ഒക്കെ ഇതേമാതിരിയാണ്. ഒരുപാട് റൂയിൻ ഹൗസസ് ഉണ്ട്. ഈ റൂയിൻ ഹൗസസൊക്കെ ഇവിടുത്തെ ആൾക്കാർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ എടുത്തിട്ട് അത് റിനോവേറ്റ് ചെയ്തിട്ട് ആ അകത്ത് മാത്രം റിനോവേറ്റ് ചെയ്തിട്ട് ടൂറിസ്റ്റിന് കൊടുക്കുക ചെയ്തത്. അപ്പാർട്ട്മെൻ്റ് അകത്തെ സീൻ ഏകദേശം ഇതേമാതിരിയാണ്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ബെഡായിരുന്നു. അതുപോലെ തന്നെ ഒരു ചെറിയ TV ഉണ്ട്. ഇതാണ് നമ്മുടെ സെപ്പറേറ്റ് ഡോറ്.
ഷെൽഫുണ്ട്, അതുപോലെ തന്നെ പ്രൈവറ്റ് ബാത്റൂം, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഷവറായിരുന്നു വിത്ത് ഹോട്ട് വാട്ടർ. വാഷിംഗ് മെഷീനാണ്, ഇത് ഡ്രയറാണ്. ഈ റൂമിൽ നിന്ന് ഒരു കോമൺ ഏരിയയിലേക്ക് നമുക്ക് കടക്കാൻ പറ്റും. കോമൺ ഏരിയയിൽ കിച്ചൺ ഉണ്ട്, ഒരുപാട് നമുക്ക് അത്യാവശ്യം കുക്കിയൊക്കെ വേണമെങ്കിൽ കുക്ക് ചെയ്യാം. മൈക്രോവേവ് ഉണ്ട്. പിന്നെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്നിച്ച് വരുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒന്നിച്ച് താമസിക്കാൻ പറ്റും. ഇവിടെ വേറെയും റൂമുകളുണ്ട്. ഈ സൈഡിൽ കാണുന്നതാണ് ആ കോമൺ എൻട്രൻസ്. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ റൂം എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ഈ കോമൺ എൻട്രൻസ് വഴി അകത്തേക്ക് കയറേണ്ടി വരും. ഇത് വേറെ ഗസ്റ്റാണ് അവിടെ ഉള്ളത്. ലയൺ ഗാർഡഡ് ചെയിൻ ബ്രിഡ്ജിന് മുമ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ബുഡാപെസ്റ്റ് എന്നുള്ള പേര് വരാൻ കാരണം ബുഡ എന്ന ബംപി ബുഡ അല്ലെങ്കിൽ ഹില്ലി ആയിട്ടുള്ള ബുഡയും പിസ പെസ്റ്റ്, പിസ പോലെ പരന്ന ഭാഗമായ പെസ്റ്റും, അങ്ങനെ ബുഡയും പെസ്റ്റും രണ്ടും കൂടി ചേർന്നിട്ടുള്ളതാണ് ബുഡാപെസ്റ്റ്. ഈ ബ്രിഡ്ജ് ഫസ്റ്റ് കൺസ്ട്രക്ട് ചെയ്തത് അല്ലെങ്കിൽ ഫസ്റ്റ് ഓപ്പൺ ചെയ്തത് 1849 ഈ സമയത്ത് ഇത് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ബ്രിഡ്ജായിരുന്നു. പിന്നീട് ഒരുപാട് പ്രാവശ്യം ഇത് തകർക്കുക, റീബിൽഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഹംഗറി ഒരുപാട് യുദ്ധങ്ങൾ ഫേസ് ചെയ്ത രാജ്യമാണ്. ഈ സൈഡ് കാണുന്നതാണ് പെസ്റ്റ് സൈഡാണിത്. ഈ സൈഡാണ് ബുഡ, ബംപി ബുഡ. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ളതാണ് ഡാന്യൂബ് റിവർ. വെസ്റ്റ് സൈഡ് നമ്മൾ വരുമ്പോൾ ചെയിൻ ബ്രിഡ്ജ് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് എത്തുന്നത് ഇവിടെയാണ്. ഈ കാണുന്നതിൻ്റെ അർത്ഥം ബുഡാപെസ്റ്റ് 0 കിലോമീറ്റർ എന്നാണ്. അതായത് ബുഡാപെസ്റ്റിൻ്റെ സെൻറ്ററാണിത്. ഇവിടുത്തെ ബുഡാകാസ്റ്റിലേക്ക് പോകാൻ ഒരു ഓപ്ഷനാണ് ഈ ഫെനിക്കുലാർ എന്നുള്ളത്. ഈ ഫെനിക്കുലാറിൻ്റെ ചാർജ് 4 യൂറോ ആണ്. 4 യൂറോ കൊടുത്താൽ നമുക്ക് ഫെനിക്കുലാറിൻ്റെ മേലേക്ക് പോവാം. ഇതൊരു തരം കൗണ്ടർ വെയിറ്റ് ബാലൻസ് ചെയ്തിട്ടുള്ളൊരു ഫെനിക്കുലാറാണ്. അതായത് ഒന്ന് താഴേക്ക് വരുമ്പോൾ ഒന്ന് മേലേക്ക് പോകും. ബുഡാകാസ്റ്റിലേക്ക് പോകാനുള്ള വേറൊരു ഓപ്ഷനാണ് ഈ കാണുന്ന ഇലക്ട്രിക് സ്കൂട്ടർ. ഇത് മണിക്കൂറിന് നമുക്ക് റെൻറ്റിന് എടുക്കാൻ പറ്റും. പല റേറ്റുകളാണ്. 25 യൂറോ ഉണ്ട്, 30 യൂറോ ഉണ്ട്, 35 യൂറോ ഉണ്ട്. അങ്ങനെ മണിക്കൂറിന് നമുക്ക് ഈ ഇലക്ട്രിക് സ്കൂട്ടർ വാടകയ്ക്ക് എടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് നടന്നിട്ട് വേണമെങ്കിൽ ബുഡാകാസ്റ്റിലേക്ക് പോവാം. ഞാൻ ഓപ്റ്റ് ചെയ്തിട്ടുള്ളത് നടന്നിട്ട് പോകാനാണ്. നമുക്ക് വേണമെങ്കിൽ ബസ്സിലും ബുഡാകാസ്റ്റിലേക്ക് വരാൻ പറ്റും. പക്ഷേ ഈ ബസ് വരുന്നത് ചെയിൻ ബ്രിഡ്ജ് വഴിയല്ല. ചെയിൻ ബ്രിഡ്ജിന് പാരലായിട്ട് ഒരുപാട് വേറെ ബ്രിഡ്ജസ് ഉണ്ട്. ആ ബ്രിഡ്ജ് വഴിയാണ് ബസ് വരുന്നത്. ബസ്സിൽ വരികയാണെങ്കിൽ നമ്മൾക്ക് വേണമെങ്കിൽ ബസ് ടിക്കറ്റ് 24 മണിക്കൂർ നേരത്തേക്കുള്ള ബസ് ടിക്കറ്റ് ഉണ്ട്. ഹംഗേറിയൻ ഫോറൻറ്റ് 1650 ആണ്. അത് പേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് 24 മണിക്കൂറും പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാൻ പറ്റും. ബുഡാകാസ്റ്റിലേക്ക് നടന്നു കയറുമ്പോഴുള്ള ഫസ്റ്റ് ലാൻഡിംഗ് ആണിത്. ഇവിടുന്ന് നമുക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു വ്യൂ കിട്ടും. ചെയിൻ ബ്രിഡ്ജും അതിനപ്പുറത്തുള്ളത് പെസ്റ്റാണ്.
കാണുന്ന ബേർഡ് ഉണ്ടല്ലോ, ഇതിൻ്റെ പേരാണ് ടുറൽ ബേർഡ്. ഇതിനൊന്ന് ഓർമ്മിച്ചോ കേട്ടോ. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയുന്നുണ്ട്. ഞാനിപ്പോൾ ബുഡാകാസ്റ്റിലെത്തി. ഇവിടുന്ന് പെസ്റ്റിൻ്റെ ഒരു നല്ല പെനോറമിക് വ്യൂ കിട്ടും. ഈ കാണുന്നതാണ് സെൻറ്റ് സ്റ്റീഫൻസ് ബസിലിക്ക. ആ കാണുന്നതാണ് പാർലമെൻറ്റ് ബിൽഡിംഗ്. രണ്ടിനും സെയിം ഹൈറ്റാണ്, അതായത് 96 മീറ്റേഴ്സ്. ഇത് സിംബലൈസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ചർച്ചും സ്റ്റേറ്റും ഒന്നിനൊന്നിനേക്കാൾ ഉയരത്തിലില്ല എന്ന് സിംബലൈസ് ചെയ്തിട്ടാണ് ഇതിന് രണ്ടിനും ഒരേ ഹൈറ്റ് വെച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, ബുഡാപെസ്റ്റിലെ എന്ത് ബിൽഡിംഗ് നമ്മൾ ഉണ്ടാക്കുമ്പോഴും ഇതിനേക്കാളും ഉയരത്തിലുള്ള ബിൽഡിംഗ് ഉണ്ടാക്കാൻ പാടില്ല. കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത് ഈ പാർലമെൻറ്റ് ബിൽഡിങ്ങിൻ്റെ മേലെ ഒരു റെഡ് സ്റ്റാർ വെച്ചിട്ട് ചർച്ചിനേക്കാളും ഉയരം കൂട്ടിയിരുന്നു. ഇപ്പോൾ ആ സ്റ്റാറൊക്കെ അഴിച്ചു മാറ്റി. ആ സ്റ്റാർ ഇപ്പോൾ ഏതോ വെയർ ഹൗസിൻ്റെ ഉള്ളിലുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതാണ് ബുഡാ കാസിൽ, ഹിസ്റ്റോറിക്കൽ കാസിൽ ആൻഡ് പാലസ് കോംപ്ലക്സ് ഓഫ് ഹംഗേറിയൻ കിങ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് ശരിക്കും ഫസ്റ്റ് കൺസ്ട്രക്ട് ചെയ്തത് 1265 പിന്നെ ഒരുപാട് കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടും പല റീസൺസ് കൊണ്ട് ഇത് പൊളിഞ്ഞു. ഇപ്പോൾ ഉള്ള ഈ മോഡൽ ഏകദേശം കാണുന്നത് 1749 1769 ഇടയിൽ നിർമ്മിച്ചതാണ്. ഒരുപാട് സീരീസ് ഓഫ് ക്യാപ്ചർ റീക്യാപ്ചർ ഇത് നടന്നിട്ടുണ്ട് ഈ കാസിലിൻ്റെ മേലെ. 1987 ഇത് വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് ഇത് ഡിക്ലെയർ ചെയ്തു. ഇപ്പോൾ ഇത് നാഷണൽ ഗാലറിയും ബുഡാപെസ്റ്റ് ഹിസ്റ്ററി മ്യൂസിയമാണ്. ഇതാണ് മത്തായാസ് ചേർച്ച്. ഏകദേശം 800 വർഷം പഴക്കമുണ്ട്. മംഗോളിയക്കാർ ഇവിടെ ഇൻവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻവൈഡ് ചെയ്ത് ഒരുപാട് ആൾക്കാരെ കൊന്നൊടുക്കി. അപ്പോൾ ഹംഗേറിയൻസ് വെച്ച് നമ്മളെന്തോ പാപം ചെയ്തിട്ടുണ്ട്, പ്രശ്നം വെച്ച് നോക്കുക, അങ്ങനെന്തോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങളെന്തോ പാപം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ വന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഓരോ വില്ലേജിലും ഓരോരോ ചർച്ചുകൾ നിർമ്മിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഉണ്ടാക്കിയ ഒരു ചർച്ചാണ് ഈ മത്തായാസ് ചർച്ച്. സ്റ്റീഫൻ എന്നുള്ള രാജാവിന് ശേഷം വന്ന ഒരു രാജാവാണ് മത്തായാസ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേരിട്ടിട്ടുള്ളത്. അദ്ദേഹം വളരെ അഭിമാനിയായിരുന്നു. കഥകൾ ഇങ്ങനെയൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ കല്യാണ സമയത്ത് എല്ലാവരും ചർച്ചിൽ വെച്ച് കല്യാണം നടത്താൻ വിചാരിച്ചു. ആ സമയം ഭയങ്കര തണുപ്പായിരുന്നു. അങ്ങനെ ഡാന്യൂബ് നദി ഐസായി മാറി. അപ്പോൾ അദ്ദേഹം ഡാന്യൂബ് നദിയുടെ നടുവിൽ ആ ഐസിൽ വെച്ചിട്ടാണ് അദ്ദേഹം കല്യാണം കഴിച്ചതെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഈ മത്തായസ് ചർച്ചിൻ്റെ മറ്റൊരു പേരാണ് ചർച്ച് ഓഫ് ദ അസംപ്ഷൻ ഓഫ് ദ ബുഡാ കാസിൽ എന്ന്. ഹംഗറിയിലെ രാജാക്കന്മാരുടെ കിരീടധാരണം ഇവിടെ വെച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. 1015 സെയിൻറ്റ് സ്റ്റീഫനാണ് ഈ ചർച്ച് ഉണ്ടാക്കിയത് പറയപ്പെടുന്നു. ഈ ചർച്ച് പല രീതിയിൽ പേരിൽ അറിയാൻ തുടങ്ങി. വെർജിൻ മേരി, ദ ചർച്ച് ഓഫ് മേരി, ദ ചർച്ച് ഓഫ് അവർ ലേഡി എന്നൊക്കെ. 19-ാം നൂറ്റാണ്ടിൽ കിങ് മത്തായാസ് ഇതിൻ്റെ സതേൺ ടവർ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇത് മത്തായാസ് ചർച്ച് എന്നുള്ള പേരിൽ അറിയാൻ തുടങ്ങി. ഈ സതേൺ ടവറിൻ്റെ ഉയരം 60 മീറ്ററാണ്. ഈ ചർച്ച് കയറണമെങ്കിൽ നമ്മൾ ഫീസ് കൊടുക്കണം. 1000 ഹംഗേറിയൻ ഫോറൻ്റാണ് ഇതിൻ്റെ ടിക്കറ്റ് ചാർജ്. ഇതാണ് ഫിഷർമെൻസ് ബാസ്റ്റ്യൻ. ബുഡാപെസ്റ്റിലെയും ബുഡാ കാസിലെയും വൺ ഓഫ് ദി ബെസ്റ്റ് മോണുമെൻ്റ് ആണിത്. ഹംഗറി ഫോം ചെയ്തത് AD 895. അത് കഴിഞ്ഞ് 1000 വർഷം കഴിഞ്ഞ് 1895
ഈ ഫിഷർമാൻസ് ബാസ്റ്റിൻ ഉണ്ടാക്കിയത്. പിന്നെ കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. അത് 1902 ഈ ഫിഷർമാൻസ് ബാസ്റ്റിന് 7 ഗോപുരങ്ങളുണ്ട്. ഈ 7 ഗോപുരങ്ങൾ ഇവിടുത്തെ ഹംഗറിയിലത്തെ 7 ചീഫിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് പറയപ്പെടുന്നത്. ഈ ഫിഷർമാൻസ് ബാസ്റ്റിന് കയറാൻ 1000 ഫോറൻ്റാണ് ചാർജ്. പക്ഷെ ഞാൻ പോയ സമയത്ത് എനിക്കൊന്ന് ഓഫ് സീസണാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവർ ചാർജൊന്നും ചെയ്തിരുന്നില്ല. ഫ്രീ ആയിട്ട് മേലേക്ക് കയറാൻ പറ്റി. ഇതിൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുൾ പെനോറമിക് വ്യൂ ആണ് പെസ്റ്റിൻ്റെ. ഇതുകൊണ്ട് ഇത് വാച്ച് ടവറായിട്ടും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ട്. അതായത് ഡാന്യൂബ് വഴിയോ അല്ലെങ്കിൽ പെസ്റ്റ് വഴിയോ കയറി വരുന്ന ശത്രുക്കളെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു ടവറാണ് ഇത്. അവിടുത്തെ ഫിഷർമാൻ ആയിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് ഇതിന് ഫിഷർമാൻസ് ബാസ്റ്റിൻ എന്ന് പേര് കൊടുക്കാൻ കാരണം. ഈ കാണുന്നതൊക്കെ റെസ്റ്റോറൻറ്റ്സ് ആട്ടോ. ഇവിടെ പോയിട്ട് നമുക്ക് കാപ്പിയൊക്കെ കുടിക്കാം. ഇവിടുന്ന് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് 16 നമ്പർ ബസ്സുണ്ട്. 16 നമ്പർ ബസ്സിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ബുഡാപെസ്റ്റ് ഐയിലെ ഫ്രെഡറിക് ഡെറ എന്ന സ്ഥലത്തേക്ക് എത്തും. പുക പാർന്നുണ്ടല്ലേ, പുക എന്താ സ്റ്റൈലാണ്, സൂപ്പറാണ്.